ഹലോ ഗായ്സ്, ആരും പേടിക്കണ്ട. അത് നോമ്പ് തുറക്കാൻ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അങ്ങനെ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ വന്നത് സ്റ്റാർ റെസ്റ്റോറൻറ്റിലേക്കാട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പൊരിക്കടി മിസ്സാവൂല എന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് വന്ന പോലെ സംഭവം കിട്ടി. അങ്ങനെ ഞാൻ നോമ്പ് തുറക്കാനുള്ള ഫുഡ് ഓർഡർ ചെയ്തു. എനിക്ക് ഒരു ചിക്കൻ സാൻഡ്വിച്ച്, പിന്നെ ഒരു തേങ്ങയും പയം കൂടിയും എന്തൊക്കെ കാട്ടിയ സാധനം. ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബിസിയായി. എനിക്ക് പിന്നെ അങ്ങോട്ട് പോകാനൊന്നുമില്ല. അപ്പോൾ ഞാൻ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നേരെ ഇങ്ങോട്ട് സ്റ്റാർ ഹോട്ടലിലേക്ക് പോകുന്നു. അല്ല പിന്നെ നമ്മളുടെ കളി. ഞാനങ്ങനെ പുറത്തേക്കൊക്കെ ഇങ്ങനെ നോക്കി ബാങ്ക് കൊടുക്കുന്നതും കാത്തങ്ങനെ ഇരുന്നു. അങ്ങനെ നോമ്പ് തുറന്ന് പള്ളിയിൽ പോയി. പിന്നെ നേരെ റൂമിലേക്ക് തന്നെ വിട്ടു. മഴ പെയ്യൂലേ എന്നൊരു ഡൗട്ടുണ്ട്. അങ്ങനെ ഞാനും അബ്ദുറഹ്മാനും സുഫാനും ഞങ്ങൾ മൂന്നുപേരും കൂടെ തിളച്ച ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ ഫ്രഷ് പാലസ് കഞ്ഞിക്കടയിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ ആവശ്യവും അനാവശ്യവുമായിട്ടുള്ള തള്ളുകളും പിന്നെ മെയിൻ കുറ്റം പറച്ചിലുകളും തുടങ്ങാൻ പോവാണ്. ഈയിടക്ക് മോനാദിനുണ്ട്. മോനാദിന് ഇങ്ങനെ വലിയ ഫോട്ടോ ഒക്കെ ഇരുന്നു. മോനാദിനൊക്കെ ഇരുന്നോണ്ടാ വിളിച്ചത്. മോനാദ് ആരാണ്? പിന്നെ ഒറ്റയാൾ പോരാട്ടം നടത്താൻ ചോദിക്കുകയാണ്. എത്ര കേസ് ഉണ്ട്? അപ്പൊ കട്ടഡായിട്ട് ഇനി വരുന്ന 2-10 കട്ടഡായിട്ടിലേക്ക് പിന്നെ ഞാനൊരു സ്ലിം ബ്യൂട്ടി ഒക്കെ എടുക്കുന്നേ. സ്ലിം ബ്യൂട്ടി ഒക്കെ എടുക്കുമോ? പക്ഷെ ഞാൻ അവിടെ നിക്കണം. രണ്ടിത്തെ കഴിച്ചിട്ട് പറയും നമ്മള് ചാർക്കോൾ അടിച്ചാലോ. വീക്കിലി വൺസ് ഒക്കെ ഓക്കെ ആണല്ലേ? അതൊക്കെ ചെയ്യുന്നില്ല. പക്ഷെ ചിലപ്പോ എന്റെ പ്രത്യേകം എന്താ പറയും, ഞാൻ വെള്ളം കുടിച്ചു കഴിഞ്ഞാല് തടി കൂടുന്ന പ്രകൃതിയാണ്. അപ്പൊ ചിലപ്പോ ആ ഒരു ചാർക്കോൾ മതിയാവും എനിക്ക് തിരിയാൻ. അത്രയും ഞാൻ എഫേർട്ട് എടുത്തൊക്കെ തിരിയും. ഞാൻ ഉണ്ടാവില്ലേ നമുക്ക്. പിന്നെ എന്നെ മോർ വേണമെന്നുള്ള വിരാട്ടാണ്. മോർണിംഗ് പാൽ ചായ റെഡ്യൂസ്. നോമ്പ് കഴിഞ്ഞിട്ടാണ് ഉദ്ദേശിച്ചത്. അത് നോമ്പിന് മുന്നേ മോർണിംഗ് ഗ്രീൻ ടീ. നോമ്പ് കഴിഞ്ഞിട്ടല്ലേ? ഗ്രീൻ ടീ ഷുഗർ ഇല്ല. പാൽ ചായ ഷുഗർ ഇല്ല. ഷുഗറില്ലേ? മറ്റേ സാധനം ചായ ഇല്ലാതെ ചായ അത് ഭയങ്കര നമുക്ക് എങ്ങനെ ചെയ്യാന്ന് അറിയോ? ചായ അടിക്കാൻ പോകുമ്പോല്ലേ, ചായ അടിക്കാറാണ് പോകും. അപ്പം ചായ അടിക്കാൻ പോകുമ്പോ നമ്മൾ ചായ ഒഴിവാക്കിയല്ലോ, അങ്ങനെ ഉണ്ടാക്കിയല്ലോ കണ്ടിട്ട്. അത് നല്ല സംഭവം. അത് 2-3 ദിവസം ചായ കുടിക്കാണ്ട് സിസ്റ്റത്തിലേക്ക് മുന്നിൽ പറ്റില്ല. ക്യാമറ ഓണാക്കി കൊണ്ടാണ് എന്തിനാ കണ്ണടക്കണ? അല്ലെങ്കിൽ ഒരു ഗാന്ധിജി ലുക്കാണ് ഞാൻ കണ്ണട ചെയ്യാൻ. ഒരു പൂച്ചി മത്തിയാൻ കൂട്ടല്ല. തീരെ കൂട്ടല്ല. എല്ലാം വളരെ കുറവാണ്. മത്തി കൂട്ടും, പക്ഷെ മത്തി ഇഷ്ടല്ല. അതിന്റെ ഞാൻ പിന്നെയും കൂട്ടും. ഇതെന്താ പായസം? മത്തി കഴിക്കാത്ത ഞാൻ പരിചയം മത്തി കഴിക്കാൻ പോകണം. നമ്മുടെ പ്രവാസിയാണ് പ്രത്യേകത. കഴിക്കാത്തതെല്ലാം നമ്മൾ കഴിക്കും. കുറച്ച് രസം ചൂടില്ലല്ലോ. മഴക്കൊന്നും ടേസ്റ്റ് കൂടുന്ന ഒരു സാധനമാണ് ഈ രസം. കറിയില്ല. ഇതും കറി വേണ്ട. തൈര് കറി, മോര് കറിയില്ല. രസം നല്ല രസമുണ്ട്.
വെള്ളം എനിക്ക് മീൻകറി കണ്ടല്ലാത്ത മീൻകറി ഉള്ളി തക്കാളി പിന്നെ സാമ്പാർ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം. ഇതൊരു വെജിറ്റബിൾ അല്ല ഇതൊരു ഫ്ലവറാണ് ഏത് ക്യാബേജ് കോളിഫ്ലവർ മരിയ കോളിഫ്ലവർ കണ്ടിട്ടല്ലേ ക്യാബേജ് ഫ്ലവർ ആണ്. ചീര എന്തോ ചീര എന്താ ലീഫ് നമ്മൾ ഇലവർഗം മാത്രമാക്കിയത് ഫുഡ് എല്ലാം കൂടി ഇടങ്ങാറാക്കല് ചെങ്ങനെ. കൊടുന്നില്ലേ ഇല്ലെങ്കിൽ അയനാ അവിടെ പോയിട്ട് മറ്റേ ബിക്കറി ചെയ്ത പോലെ തലമക്കൂടെ ക്ലാസ്സൊക്കെ പൊട്ടി ജോലി ഇറങ്ങി ഓടിയിട്ടുണ്ട് ചെക്കൻ. രണ്ടും കൂടി ടൈമിങ് ഒക്കെ ആക്കിയിട്ടില്ലേ ഇതിങ്ങോട്ട് വരക്കലും പൊട്ടിക്കലും ഒപ്പോ അപ്പൊ ഇതിന് അടുത്ത് പറയാം ഓക്കെ ഇനി മണം പോവാൻ തരട്ടെ ചേച്ചി ശബ്ദം പോയി ചെറുപ്പത്തില് പള്ളി കിട്ടിക്കാൻ വരും ചെറുപ്പത്തില് ഇത് പണ്ടുപോലുള്ള രോഗം അങ്ങനെ സാധനം വിട്ടു സലാം കൂട്ടിട്ട് അയാൾ അങ്ങോട്ടും ഇങ്ങോട്ട് തോന്നി ഇത് ഇറങ്ങി ഓടാനും പറ്റും. പായസം വേണ്ടോ അല്ല ഓനെ അങ്ങനെ ബുദ്ധിയില്ല.